ഹായ് കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ GS വ്ലോഗ് പാറശാല വീഡിയോയിലേക്ക് പോവാണ് ഒരിക്കൽ കൂടി. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പ്രബിൻ്റെ ഒരു നേർച്ചയുമായിട്ട് ബന്ധപ്പെട്ടാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇതുപോലെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, വേളാങ്കണ്ണി പള്ളി വന്നിട്ടുണ്ടായിരുന്നു. പ്രബിനെ ഇച്ചിരി അസുഖവുമായി ബന്ധപ്പെട്ട് കുറച്ച് കൂടുതലായിരുന്നു ആ സമയത്ത്. പ്രബിനെയും കൊണ്ട് തന്നെയാണ് വന്ന് ഞങ്ങളിവിടെ വന്ന് ഇതേപോലെ തന്നെ മുട്ടിട്ട് നടന്ന് പ്രാർത്ഥിച്ചിരുന്നു. ഈ അടുത്ത വർഷം ഇതേ സമയത്ത് ഞങ്ങളിവിടെ വരും. പ്രബിൻ്റെ നല്ല രീതിയിൽ അസുഖം ഭേദമാകണം, അത് കഴിഞ്ഞ് ഇതുപോലെ ഒരു നേർച്ച ഞങ്ങൾ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നിട്ടുള്ള നേർച്ചയായിരുന്നു. അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ വന്നതാണ് ഈ വർഷം. നല്ല മാറ്റമുണ്ട്. പ്രബിനെ നമ്മളന്ന് പ്രാർത്ഥിച്ചപ്പം സർജറിയൊന്നും ഇല്ലാത്ത രീതിക്ക് തന്നെ ഞങ്ങൾക്ക് നല്ല രീതിയിലൊരു മാറ്റം തരണമേ ദൈവമേ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചത്. എങ്കിലും ഞങ്ങളുടെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമായിരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളന്ന് പ്രാർത്ഥിച്ചത്. ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമായിരുന്നു അപ്പോൾ സർജറി നടന്നത്. ഞങ്ങൾ സർജറി വേണ്ടെന്ന് 2-3 പ്രാവശ്യം തീരുമാനിച്ച് ഡേറ്റൊക്കെ തള്ളി നീക്കിയതിന് ശേഷമാണ്, അതായത് 2024 നവംബർ മാസം ഒരു സർജറിക്ക് ഡേറ്റ് തന്നതായിരുന്നു. ഞങ്ങൾ അന്ന് വേണ്ടാന്ന് വെച്ചു. അത് കഴിഞ്ഞ് 2024 തന്നെ ഡിസംബറിൽ ഞങ്ങൾക്ക് ഡേറ്റ് തന്നു. അപ്പോഴും ഞങ്ങൾ വേണ്ട എന്ന് വെച്ചു. അത് കഴിഞ്ഞിട്ടാണ് 2025 ജനുവരി മാസം 9-ാം തീയതിയാണ് ഈ വലിയൊരു മേജർ സർജറി പ്രബിന് കാലുമായി ബന്ധപ്പെട്ട് ചെയ്തത്. അപ്പം ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം തന്നെ നടക്കട്ടെ, മനുഷ്യൻ്റെ ഇഷ്ടമല്ലല്ലോ, ദൈവത്തിൻ്റെ ഇഷ്ടമല്ലേ. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ നല്ലൊരു മാറ്റം ആ സർജറി കൂടി ഞങ്ങൾക്ക് കിട്ടി. അവൻ്റെ കാലിൽ ഇങ്ങനെയാണെങ്കിലും, കാലിൽ ഇങ്ങനെ ഒരു കുറവ് വന്നിട്ടുണ്ടെങ്കിലും അവൻ്റെ ജീവനൊന്നും പ്രോബ്ലം ഇല്ലാത്ത രീതിക്ക് നമുക്ക് ദൈവം അവനെ കൂട്ടിച്ചേർത്തു, നമ്മളോടൊപ്പം കൂട്ടിച്ചേർത്തു. അതിൽ ഞങ്ങൾ സന്തോഷം അനുഭവിക്കുന്നുണ്ട്, ഇന്ന് നല്ല രീതിയിൽ സന്തോഷിക്കുന്നുണ്ട്. അതൊരു വലിയൊരു കാര്യം തന്നെയാണ് ദൈവം ഞങ്ങൾക്ക് തന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ആ ഒരു നേർച്ച. പിന്നെ കീമോ എല്ലാം കഴിഞ്ഞ് തീർന്നിട്ട് അവൻ്റെ തലമുടി വന്നതിന് ശേഷം ആദ്യമായിട്ട് വരുന്ന മുടി നമ്മൾ ഇവിടെ വേളാങ്കണ്ണി പള്ളി കൊണ്ടുവന്ന് എടുത്ത് കളയണമെന്നായിരുന്നു, ആ മുടി എടുത്ത് കളയണമെന്നായിരുന്നു. അതും നമ്മൾ പ്രാർത്ഥിച്ചിരുന്നു. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടും ഞങ്ങൾ ഇപ്പോൾ വന്നു. നേർച്ചകൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വന്നു കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് നമ്മൾ നടത്തുന്ന നേർച്ചയാണിത്. മുട്ടിട്ട് നടക്കുന്നതാണ് നമ്മുടെ ആദ്യ നേർച്ച. രണ്ടാമത് ആ പള്ളിയിൽ കയറുന്ന ഒരു സംഭവമുണ്ട്. അവൻ്റെ കൈകൊണ്ട് തന്നെ കുറച്ച് പേപ്പറിൽ വെട്ടി അവൻ തന്നെ സ്വന്തമായിട്ട് കെട്ടിയ പൂക്കളാണ് അത്. അപ്പോൾ അതും നമ്മൾ അവിടെ കൊണ്ട് ഈ ഒരു നേർച്ചയുമായി ബന്ധപ്പെട്ടിടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തലമുടി എടുക്കുന്നുണ്ട്. എല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്. ഇനി എല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടം. നല്ല ഒരു അസുഖത്തിൽ നമുക്ക് നല്ലൊരു മാറ്റം ഇപ്പോൾ നമുക്കുണ്ട്. ഇനി എങ്ങനെയാണെന്നറിയില്ല അങ്ങോട്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു മാറ്റം തന്ന ദൈവത്തിന് 1000 കോടി നന്ദി ഞാൻ ഈ സമയം പറയുകയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് ട്രീറ്റ്മെൻറ്റുമായിട്ട് മുന്നോട്ട് പോകണം. 2 മാസം 3 മാസം കൂടുമ്പോഴാണ് അടുത്ത ചെക്കപ്പ് ഇപ്പം വച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ കുറേ ടെസ്റ്റുകളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ആ ടെസ്റ്റുകളൊക്കെ ഇപ്പോഴും ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ ഇനി അത് നമ്മൾ തുടർന്ന് ട്രീറ്റ്മെൻറ്റ് ചെക്കപ്പുകളാണ് ഇപ്പം നിലവിൽ വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടും എല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ എല്ലാം കാണുന്നുണ്ട്. നിങ്ങൾ ചാനൽ സബ് ചെയ്യുക, വീഡിയോ